രാഹുൽ ഈശ്വർ ഇത് വലിയ ഒരു ഹെയ്റ്റ് പ്രൊപ്പഗാൻഡയാണ്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, അതിനപ്പുറത്ത് ഈ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒന്ന് അവർ ക്ലെയിം ചെയ്യുന്നത് ബൈ ട്രൂ ഇവന്റ്സ് എന്നാണ്. രണ്ടാമത് ഇൻഷാ അല്ലാഹ് വരുന്ന 50 വർഷം കൊണ്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകും, ഇന്ത്യയിൽ ശരീഅത്ത് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ. അതിന് അവസാനം എഴുതി കാണിക്കുന്നത് നിങ്ങളുടെ മകൾ അവരുടെ അടുത്ത ഇരയാകുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഒരു വളരെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഹെയ്റ്റ് സ്റ്റോറിയാണ് ഇത്. കേവലം ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമല്ല. ഏത് നിലയിൽ ഇത് കേരള സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ബാധിക്കാം? ശ്രീ അഭിലാഷ്, ഇന്ന് ഫെബ്രുവരി 19 ഞാൻ എൻ്റെ ഗുരുവായി കാണുന്ന ഗുരുജി ഗോൾവൽക്കറുടെ ജന്മദിനമാണ്. ഇന്ന് ഗുരുജി ഗോൾവൽക്കർ ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരം സിനിമകൾ, പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള സിനിമകളെ അനുകൂലിക്കുമായിരുന്നില്ല. ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. നമുക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് വേണ്ടത്, യൂണിഫോം സിവിൽ കോഡ് അല്ല എന്ന് പറഞ്ഞ ഗുരുജി ഗോൾവൽക്കറിനെ പോലുള്ള ആൾക്കാർ ഹിന്ദു സമൂഹത്തിലും ഭാരത സമൂഹത്തിലും ശക്തമായി നിന്നെങ്കിൽ പലപ്പോഴും പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള സിനിമകൾ വരില്ലായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് എടുത്ത നിലപാടുകളിൽ നിന്ന് ഒരുപാട് ഇവോൾവ് ചെയ്ത് നല്ലൊരു മിതവാദിയായ, സെന്റർ റൈറ്റ് ആയ, ഗാന്ധിയൻ സ്പേസിലേക്ക് എത്തിയ ഒരു ഹിന്ദുവായി മാറിയ ചരിത്രം നമ്മുടെ നാട്ടിലെ എല്ലാ ഹിന്ദു സമൂഹത്തിനും മാതൃകയാകേണ്ടതാണ്. 2 പോയിന്റുകൾ സൂചിപ്പിക്കാം. നിർബന്ധിത മതപരിവർത്തനം പോലുള്ള ഒരു കാര്യമുണ്ടോ? ശ്രീ ശ്യാംരാജ് പറഞ്ഞതുപോലെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അത് ഫാർ ആൻഡ് ഫ്യൂ ആണ്, പക്ഷേ നടന്നിട്ടുണ്ട്. അഭിലാഷിനും എനിക്കും ഒരേപോലെ ഇഷ്ടമുള്ള സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയ ദൗർഭാഗ്യകരമായ ഒരു ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ എഴുത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവൻ പോയത്, ഹരിലാൽ പോയത് സാമ്പത്തിക അല്ലെങ്കിൽ ആത്മീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ലായിരുന്നു എന്ന് രാഷ്ട്രപിതാവും സത്യത്തിന്റെ പ്രവാചകനുമായ ബാപ്പു തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിനെതിരെ ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണം എന്ന് മഹാത്മാഗാന്ധി തന്നെയാണ് ആദ്യകാലത്ത് ഉന്നയിച്ചത്. അതേപോലത്തുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, കേരള സ്റ്റോറി യഥാർത്ഥത്തിൽ 3 പെൺകുട്ടികളുടെ ജീവിതത്തിൽ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം അടക്കമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദൗർഭാഗ്യകരമായ കാര്യം 32,000 പേരെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അതിശയോക്തി വൽക്കരിച്ച് അവതരിപ്പിക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം. 2, നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും വേദനയും വിഷമവും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, അതിനെതിരെ ഇന്ന് പെറ്റീഷൻ കൊടുത്തത് ഒരു ശ്രീദേവ് നമ്പൂതിരിയാണ്. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല. പക്ഷേ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ നിൽക്കണമെന്ന് ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ നല്ലൊരു കാര്യമാണ്. കാര്യം ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. അതിലെ ആ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ അറിയാം. അതിലൊരു ഉമ്മയും മകനും, അല്ലെങ്കിൽ ആ മകൻ ഉമ്മയോടും കൂടി ചേർന്നാണ് ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ മാതൃത്വത്തെ കൂടി അപമാനിക്കുന്നത് പോലെയാണ്. അമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഉമ്മയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ അതിൽ പറയരുത്. ഇനി ബീഫിന്റെ കാര്യം കൂടി, ഏത് മുസ്ലിമാണ് ബീഫ് നിർബന്ധിച്ച് നമുക്ക് തരുന്നത്? നേരെ തിരിച്ച് നമ്മുടെ ഗോവയിലും നോർത്ത് ഈസ്റ്റിലും അടക്കം ബീഫ് അടക്കം ഒരുപാട് പേര് കഴിക്കുന്നതുമല്ലേ. അപ്പോൾ ഇതിനൊരു പ്രൊപ്പഗാൻഡ സ്വഭാവം ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത്, കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞത്, കേന്ദ്രം ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന, കേന്ദ്രത്തിന്റെ ഫിലിം പരിപാടിക്ക് ഗസ്റ്റായി കൊണ്ടുവന്ന പരിപാടിയിൽ എനിക്ക് തോന്നുന്നു അനുരാഗ് താക്കൂർജിയാണ് വിളിച്ചതെന്ന്. അവിടെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ കേരള സ്റ്റോറി 1 കുറിച്ച് ഇത് പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള വൾഗർ സിനിമയാണ് എന്ന വാക്കുപോലും ഉപയോഗിച്ചത് നമുക്ക് ഓർക്കണം. പക്ഷെ പിന്നീട് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം, മികച്ച സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഈ പ്രൊപ്പഗാൻഡ എലിമെന്റ്സ് ഉണ്ട്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഒറ്റ വരി കൂടെ എടുക്കൂ. യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അഭിലാഷിനെ പോലുള്ളവരാണ്. അഭിലാഷിനെ പോലുള്ള മതേതരവാദികൾ ഞങ്ങൾ ഹിന്ദുക്കൾ എന്തെങ്കിലും ഹിന്ദു ഐക്യത്തിന് വേണ്ടി നോർമലായി പറയുമ്പോൾ അതെല്ലാം വർഗീയമാണെന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ ഞങ്ങൾ രാജ്യത്തെ മതേതരവാദികളാണ് വർഗീയവാദികളെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു വാദം തീർത്തോട്ടെ. അഭിലാഷിന്റെ കുറ്റമാണ് അഭിലാഷിന് ബോധ്യമാവും. നാളെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്തെങ്കിലും നോർമലായ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും ഹിന്ദുക്കൾ ഒരുമിക്കുന്നതിന്റെയും കാര്യം പറയുമ്പോൾ അഭിലാഷ് അടക്കമുള്ളവർ ഇതിനെ വർഗീയമായി ചിത്രീകരിക്കും. ഉദാഹരണം, ഞാൻ പോലും നമുക്ക് ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കും വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്കും ഉള്ള പോലെ ഐക്യം വേണം, ശനിയാഴ്ച ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഞങ്ങളെ എല്ലാം വർഗീയവാദികളെന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാർ മനഃപൂർവ്വം സിനിമയും പ്രൊപ്പഗാൻഡയും വഴി ഒരു മുസ്ലിം ശത്രുവിനെ നിർമ്മിച്ച്, അപരനെ നിർമ്മിച്ച്, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി, ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്,
തുള്ളിമരുന്ന് ജിഹാദ് കഥകൾ ഉണ്ടാക്കി വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. ആ ട്രെയിലറിൽ കണ്ടാൽ ഈ ഡയലോഗുകൾ പോലെയുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കണം, നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഹിന്ദു ഐക്യം എന്ന മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച നല്ലൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ അതിന് മുസ്ലിം വിരോധം വേണ്ട. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഹിന്ദു ഐക്യം വളരെ നല്ലതാണ്, പക്ഷേ മുസ്ലിം വിരോധത്തിന്റെ പുറത്ത് ഹിന്ദു ഐക്യം ചില ആൾക്കാർ വിദ്വേഷ സ്റ്റോറി ഒന്നും എന്തായാലും കേരളത്തിലെ ഹിന്ദുക്കളുടെ തലയിൽ ഇടണ്ട രാഹുൽ ഈശ്വർ. കേരളത്തിലെ ഹിന്ദുക്കളിൽ 90% പേരും ഇമാതിരിയുള്ള പ്രൊപ്പഗാൻഡയൊക്കെ റിജക്ട് ചെയ്യുള്ളൂ. കേരളത്തിലെ ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരും സൗഹാർദ്ദമുള്ളവരുമാണ്. ഒരു സമൂഹത്തെ ആകെ ഡെമോണൈസ് ചെയ്യുന്ന, ഭീകരവൽക്കരിക്കുന്ന ഒരു പടപ്പും എന്തായാലും കേരളത്തിലെ ഐക്യത്തിന്റെ പേരിലോ അനൈക്യത്തിന്റെ പേരിലോ ഇതൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ല.